പക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ എനിക്ക് അവാർഡുകൾ എപ്പോഴും ശ്രീയേട്ടന് ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ശ്രീയേട്ടന് അറിയാമോ, നമുക്കൊരു പ്രചോദനമാണല്ലോ ശരിക്കും അവാർഡ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ ഈ അവാർഡിനേക്കാളിലൊക്കെ ഞാൻ വിലമതിക്കുന്ന ഒരു പ്രചോദനം എനിക്ക് ഒരാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞോട്ടെ. അതായത് ജ്വാലയ എന്ന് പറഞ്ഞതിൻ്റെ ഫംഗ്ഷൻ എല്ലാ ഇതിലും ഫംഗ്ഷൻ നടക്കാറുണ്ട്. 100 എപ്പിസോഡ് വീതം ഫംഗ്ഷൻ നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ ഫംഗ്ഷനും അദ്ദേഹം വരാറുണ്ട്. നമുക്ക് അങ്ങനെ അതായത് ഇങ്ങനെ ആ സീരിയലിനെ കുറിച്ച് ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് അദ്ദേഹം പറയും. ഇങ്ങനെ നെടുമുടി വേണുചേട്ടനെ കുറിച്ച്, എം ആർ ഏട്ടനെ കുറിച്ച്, അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുമല്ലോ എന്നൊരു പ്രതീക്ഷ, പറഞ്ഞാൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടിലൊക്കെ നമ്മൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ മുകുന്ദനെ കുറിച്ച് പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് ഒന്ന് നിർത്തിയിട്ട് എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഇവൻ നമ്മുടെ സീരിയലിലെ മോഹൻലാലല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ച് അതിനൊരു ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ചാൽ ഒന്ന് മമ്മൂക്ക അത് പറയുന്നു. അതെ, പറയുന്നത് ആരെക്കുറിച്ചാണ്, ആ വിശേഷണോ ആരെക്കുറിച്ചാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ലാലേട്ടനെ കുറിച്ച് അതായത് ഒന്ന് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഒരു നടനെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ പ്രചോദനമാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അവാർഡ് അല്ല അങ്ങനെ അല്ല, അതായത് അതിനൊരു നമുക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനമായിട്ടുള്ള വാക്കുകളാണ്. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ അവാർഡ്.